നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി പുന്നംപറമ്പ് മേഖലയിൽ തെരുവ് നായയുടെ ആക്രമണം. 6 പേർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ വീട്ടമ്മയെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂരിൽ പിക്കപ്പ് വാനിൽ അപകടകരമായ രീതിയിൽ കൊണ്ടുപോയിരുന്ന ഫൈബർ വള്ളം പിടികൂടി മോട്ടോർ വാഹന വകുപ്പ്. വടക്കാഞ്ചേരി നഗരസഭയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനം നേരെ പുഴയിലേക്ക് പതിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഷൊർണൂരിന്റെ ടൗൺ ഹാൾ സ്വന്തം. PP കൃഷ്ണൻ സ്മാരക നഗരസഭാ ഹാൾ ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. സംസ്ഥാന പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ CSR ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പാഞ്ഞാൽ കീഴിലമ്മ LP സ്കൂൾ നാടിന് സമർപ്പിച്ചു. മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ 34 ലക്ഷം രൂപ ചെലവിൽ കോട്ടായിൽ അയ്യങ്കുളം നവീകരണം. കണയം മണ്ണാറമ്പാറയിലെ കയറ്റം കുറയ്ക്കാൻ നടപടിയാകുന്നു. ഭാരവാഹനങ്ങൾ സ്ഥിരം കുടുങ്ങുന്ന പ്രദേശത്ത് റോഡ് ഉയർത്തി കയറ്റം കുറയ്ക്കാൻ പദ്ധതി. വാർഡ് കൗൺസിലർ സിനി മനോജിന്റെ ഇടപെടലിനെ തുടർന്ന് പദ്ധതിക്കായി C സദാനന്ദൻ MPയുടെ ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപയുടെ അനുമതി. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി പുന്നംപറമ്പ് മേഖലയിൽ തെരുവ് നായയുടെ ആക്രമണം. 6 പേർക്ക് കടിയേറ്റു. ഗുരുതരമായി പരിക്കേറ്റ ഒരു വീട്ടമ്മയെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുകയായിരുന്ന വീട്ടമ്മയെ നായ ആക്രമിച്ചതിനെ തുടർന്ന് വാഹനത്തിൽ നിന്ന് വീണാണ് പരിക്കേറ്റത്. തെക്കുംകര പഞ്ചായത്തിൽ പുന്നംപറമ്പ് സെൻട്രലിൽ നിന്നുള്ള മണലിത്ര റോഡിൽ പ്രിയ കല്യാണ മണ്ഡപ പരിസരത്ത് രാവിലെ 6 മണിയോടെയാണ് ആക്രമണമുണ്ടായത്. കടിയേറ്റ മറ്റാളുകൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ആക്രമണം നടന്ന പ്രദേശത്തോട് ചേർന്ന് തന്നെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന മച്ചാട് ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. തെരുവുനായ ശല്യം വർദ്ധിച്ച സാഹചര്യത്തിൽ കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് വലിയ ആശങ്കയുണ്ട്. കഴിഞ്ഞ ദിവസം ദേശമംഗലം വറവട്ടൂരിലും സമാനമായ രീതിയിൽ തെരുവുനായയുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്തിരുന്നു. പൊതുജന സുരക്ഷ ഉറപ്പാക്കാൻ അധികൃതർ ഉടൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂരിൽ പിക്കപ്പ് വാനിൽ കൂറ്റൻ ഫൈബർ വെള്ളം അപകടകരമായ രീതിയിൽ കൊണ്ടുപോയിരുന്നത് മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. തിരുനെൽവേലിയിൽ നിന്ന് ബേപ്പൂരിലേക്ക് വള്ളം കൊണ്ടുപോകുകയായിരുന്ന വാഹനമാണ് പിടികൂടിയത്. തൃശൂർ ഹൈറോഡിൽ വച്ചാണ് സംഭവം. വിശദമായ പരിശോധനയിൽ വാഹനത്തിന് ഫിറ്റ്നസും ഇൻഷുറൻസും ഇല്ലെന്ന് കണ്ടെത്തി 27,500 രൂപ ഫൈൻ ചുമത്തിയിട്ടുണ്ട്. തിരുനെൽവേലി സ്വദേശി മാതന്റെ പേരിലാണ് വാഹനം. ബേപ്പൂർ സ്വദേശി തിരുനെൽവേലിയിൽ നിന്നും വാങ്ങിയ വള്ളമാണ് അപകടകരമായ രീതിയിൽ പിക്കപ്പ് വാനിൽ കൊണ്ടുപോയിരുന്നത്. വള്ളം ലോറിയിലേക്ക് മാറ്റി ബേപ്പൂരിലേക്ക് കൊണ്ടുപോകാൻ മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിച്ചു. അപകടകരമായ രീതിയിൽ വാഹനം ആടിയുലഞ്ഞു പോകുന്നത് കണ്ടാണ് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം ഇൻസ്പെക്ടർ PV ബിജു വാഹനം പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരി നഗരസഭയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനം നേരെ പുഴയിലേക്ക് പതിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇന്നലെയാണ് ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനം അപകടത്തിൽപ്പെട്ടത്. വാഹനം പുഴയിൽ മുങ്ങിത്താഴുന്നതും വാഹനത്തിലുണ്ടായിരുന്നവർ സഹായം അഭ്യർത്ഥിക്കുന്നതുമാണ് ദൃശ്യങ്ങൾ. ഇന്നലെയാണ് വടക്കാഞ്ചേരി നഗരസഭയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനം അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിലുണ്ടായിരുന്ന 2 പേർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. നഗരസഭയുടെ പുനരുപയോഗിക്കാവുന്ന സാധന സാമഗ്രികളുടെ കൈമാറ്റക്കടയുടെ ആവശ്യങ്ങൾക്കായി വാങ്ങിയതായിരുന്നു വാഹനം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അരവിന്ദാക്ഷനും വാഹന ഡ്രൈവർ ബിന്ദുവും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഉച്ചയോടെ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രനാണ് വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഇതിനുശേഷം വാഹനം മുന്നോട്ടെടുത്തപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് നേരെ പുഴയിലേക്ക് പതിക്കുകയായിരുന്നു. വാഹനത്തിനുള്ളിലുണ്ടായിരുന്ന ബിന്ദുവും അരവിന്ദാക്ഷനും വെള്ളത്തിൽ മുങ്ങി. തുടർന്ന് വാഹനത്തിലുണ്ടായിരുന്ന അരവിന്ദാക്ഷൻ വാഹനം തുറന്ന് ആദ്യം പുറത്തു വന്നു. പിന്നാലെ ബിന്ദുവും പുറത്തെത്തി. കരയിലുണ്ടായിരുന്ന ജീവനക്കാർ വെള്ളത്തിൽ ചാടി ഇവരെ രക്ഷപ്പെടുത്തി. വാഹനം പിന്നീട് പുറത്തെത്തിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ നഗരസഭയുടെ PP കൃഷ്ണൻ സ്മാരക ടൗൺ ഹാൾ നാടിന് സമർപ്പിച്ചു. P മമ്മിക്കുട്ടി MLA ഭദ്രതയും തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. നഗരസഭയുടെ ആദ്യ ചെയർമാനായിരുന്ന ശ്രീ PP കൃഷ്ണനോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ പേരിൽ നാം ഇത് ഷൊർണൂർ നഗരസഭയുടെ അഭിമാന നിമിഷം. ഫണ്ടിൻ്റെ പ്രശ്നം എല്ലാ കാലത്തും ഏത് പദ്ധതിക്കും വരും, സ്വാഭാവികമാണ്. എന്നാലും അങ്ങനെ നിർമ്മാണത്തിലിരിക്കുന്ന ഈ പദ്ധതിയുടെ പ്രവർത്തനം പൂർത്തിയാക്കുന്നതിന് വേണ്ടി
അവർ തയ്യാറാക്കപ്പെട്ട എസ്റ്റിമേറ്റ് പ്രകാരം തന്നെ ഇനിയും കുറച്ച് സംഖ്യ വേണ്ടി വരും. സെക്രട്ടറി അത് ഇവിടെ പറഞ്ഞു. ആ നിലയിൽ ഇതിൽ നേരത്തെ പറഞ്ഞ മാതിരി ആദ്യം 1 കോടി രൂപയും പ്ലാൻ ഫണ്ടിൽ നിന്ന്, ബഡ്ജറ്റിൽ നിന്നാണ്, സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ നിന്ന് 1 കോടി രൂപ. അത് കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ടുള്ള ചെലവുകൾ വന്നു. വീണ്ടും നമുക്ക് പൂർത്തിയാക്കണമെങ്കിൽ അതിനനുസരിച്ച് പൈസ വേണം എന്ന് പറഞ്ഞപ്പോൾ പൊതുവായ രീതിയിൽ നമുക്ക് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അത്രയും കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ തന്നെ ഉൾപ്പെടുത്തി നമ്മൾ 2 കോടി രൂപയും കൂടിയും ഇതിന് അനുവദിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ പ്ലാൻ ഫണ്ടും മറ്റ് ഫണ്ടും ഉപയോഗിച്ച് അവരും നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു സ്വാഗതം പറഞ്ഞു. നഗരസഭാ സെക്രട്ടറി PS രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നവീകരിച്ച MCF പഠനകേന്ദ്രം ഷൊർണൂർ നഗരസഭാ സ്വച്ഛ് അംബാസഡറും സിനിമാ സംവിധായകനുമായ ലാൽ ജോസ് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ഓക്കെ, റെഡി കട്ട് ചെയ്യാം. കയ്യടിക്കില്ല. മുൻ നഗരസഭാ ചെയർമാൻ M നാരായണൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ SG മുകുന്ദൻ, ഫാത്തിമത്ത് ഫർസാന, P ജിഷ, KM ലക്ഷ്മണൻ, കൗൺസിലർ TK ബഷീർ, CDS ചെയർപേഴ്സൺ VC സിന്ധു, CPM കുളപ്പുള്ളി ലോക്കൽ സെക്രട്ടറി N ജയപാൽ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വിജയപ്രകാശ് ശങ്കർ, സുഭാഷ് P താഹിർ, റോട്ടറി ക്ലബ്ബ് പ്രതിനിധി കൃഷ്ണകുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധി CP ജയൻ, നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ GP ഷൈനി എന്നിവർ സംസാരിച്ചു. മെഗാ മ്യൂസിക്കൽ ആൻഡ് ഡാൻസ് ഇവന്റും അരങ്ങേറി. ഷൊർണൂരിൻ്റെ വർഷങ്ങളായുള്ള സ്വപ്നമായിരുന്നു ടൗൺ ഹാൾ. PP കൃഷ്ണൻ മെമ്മോറിയൽ ടൗൺ ഹാൾ എന്നാണ് കെട്ടിടത്തിന് നാമകരണം ചെയ്തിട്ടുള്ളത്. 2010 ഭരണസമിതിയാണ് ഷൊർണൂരിൽ ടൗൺ ഹാൾ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. പ്രാരംഭ നടപടികൾ ആരംഭിച്ചെങ്കിലും പിന്നീട് പദ്ധതി സാങ്കേതിക കാരണങ്ങളാൽ നിന്നുപോയിരുന്നു. ഇതിനുശേഷം ഇപ്പോഴുള്ള ഭരണസമിതിയാണ് ടൗൺ ഹാളിൻ്റെ നിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തിയാക്കിയത്. നഗരസഭയുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചാണ് 60% നിർമ്മാണ പ്രവൃത്തികളും പൂർത്തീകരിച്ചിട്ടുള്ളത്. P മമ്മിക്കുട്ടി MLAയുടെ ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ അനുവദിച്ചിരുന്നു. ഈ തുക ഉപയോഗിച്ചാണ് അവസാനഘട്ട പണികൾ പൂർത്തീകരിച്ചത്. ശീതീകരിച്ച ഹാളാണ് ഒരുക്കിയിട്ടുള്ളത്. ശുചിമുറി, വിശാലമായ പാർക്കിംഗ്, 650 പേർക്ക് ഇരിക്കാവുന്ന ഹാൾ, ബാൽക്കണി എന്നിവ പുതിയ ടൗൺ ഹാളിലുണ്ട്. കുറഞ്ഞ വാടകയ്ക്ക് കല്യാണം, സംഘടനാ പരിപാടികൾ, മറ്റ് ആഘോഷ പരിപാടികൾ എന്നിവയ്ക്ക് സൗകര്യമൊരുക്കും. സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ ചടങ്ങുകൾ നടത്താൻ സൗകര്യമൊരുക്കുക എന്നതും നഗരസഭയ്ക്ക് ഒരു വരുമാനവും എന്നതാണ് ലക്ഷ്യമിടുന്നതെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ CSR ഫണ്ട് ഉപയോഗിച്ച് പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച കീഴിലം ALP സ്കൂളിന്റെ ഉദ്ഘാടനം നടന്നു. K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. CSR ഫണ്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ അത് തോന്നിയിട്ട് നമ്മുടെ ബഡ്ജറ്റിൽ നമ്മുടെ സ്കൂളിൽ പൈസ വയ്ക്കാൻ പറ്റും, MLA ഫണ്ടെന്ന് വയ്ക്കാൻ പറ്റും. അപ്പോഴാണ് CSR ഫണ്ടെന്ന് വയ്ക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ചോദിച്ചത്. അങ്ങനെയാണ് നമ്മുടെ പിന്നോക്ക വികസന കോർപ്പറേഷൻ അതിന് സാധ്യതയുണ്ട്. ലാഭത്തിന് 2% നമുക്ക് കൊടുക്കാൻ കഴിയും. നമ്മൾ ആവശ്യപ്പെട്ടത് 50 ലക്ഷം രൂപയാണ്. പക്ഷേ CSR ഫണ്ട് അന്ന് 35 ലക്ഷമാണ് തരാണ്. UR പ്രദീപ് MLA അധ്യക്ഷത വഹിച്ചു. KSBCDC ചെയർമാൻ K പ്രസാദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ്, പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V തങ്കമ്മ, KSBCDC ജനറൽ മാനേജർ PN വേണുഗോപാൽ,
പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK ഉണ്ണികൃഷ്ണൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിർമ്മല രവികുമാർ, പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി NM ഷെരീഫ്, BRC കോർഡിനേറ്റർ പ്രമോദ്, PTA പ്രസിഡന്റ് PV രതീഷ്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K മധുസൂദനൻ, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കമലം, SMC ചെയർമാൻ KS ശിവദാസ്, MPTA പ്രസിഡന്റ് പ്രവിത സജിത്, PTA വൈസ് പ്രസിഡന്റ് സുബീർ എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ KV പ്രകാശൻ സ്വാഗതവും പ്രധാനാധ്യാപിക VS ബിന്ദു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മൈനർ ഇറിഗേഷൻ വകുപ്പിന് കീഴിൽ 34 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരണം പൂർത്തീകരിച്ച കോട്ടായി അയ്യങ്കുളം നാടിന് സമർപ്പിച്ചു. PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. മനസ്സിലാക്കേണ്ട കാര്യം GST വിഹിതം ഇതിന്റെ ഭാഗമായി കട്ട് ചെയ്യപ്പെടും. ഏത് വർക്കും അങ്ങനെയാണ്, അത് തടുക്കാൻ പറ്റില്ല. മനസ്സിലായി? 1 കോടിയുടെ പദ്ധതി എന്ന് പറഞ്ഞാൽ അതിൽ 18% GST വിഹിതം അവിടെയും പോകും. അതുപോലെ ഇവിടെയും 34 ലക്ഷം എന്ന് പറഞ്ഞാൽ GST വിഹിതം പോയി. അങ്ങനെ പോയി ശേഷിക്കുന്ന പൈസ എന്ന നിലയിലാണ് 23.73 ലക്ഷം രൂപക്ക് മുകുന്ദൻ എന്ന കരാറുകാരൻ എടുക്കുന്നത്. അദ്ദേഹം എടുക്കുകയും 1 വർഷത്തിനുള്ളിൽ 2025 ഈ വർഷം തന്നെ ഈ പണി പൂർത്തീകരിക്കുകയും സാധിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് അധ്യക്ഷത വഹിച്ചു. ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K ബിജു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ് തച്ചങ്കാട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K കുഞ്ഞലക്ഷ്മി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത, പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ TR മഹേഷ് കുമാർ, രാധാമോഹൻ, പഞ്ചായത്ത് അംഗങ്ങളായ K രാധാകൃഷ്ണൻ, S ഗീത, മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ V പ്രതീഷ് എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പർ രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കണയും മണ്ണാറമ്പാറയിലെ കയറ്റം കുറയ്ക്കാനുള്ള നടപടിയാകുന്നു. ഭാരവാഹനങ്ങൾ സ്ഥിരം കുടുങ്ങുന്ന പ്രദേശമാണിത്. റോഡ് ഉയർത്തി കയറ്റം കുറച്ചായിരിക്കും പ്രശ്നപരിഹാരം കാണുക. തൻ്റെ ഇടപെടലിനെ തുടർന്ന് C സദാനന്ദൻ MPയുടെ ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ അനുവദിച്ചതായി കൗൺസിലർ സിനി മനോജ് പറഞ്ഞു. കണയും കല്ലുരുട്ടി റോഡിൽ കണ്ണാറമ്പാറ ഭാഗത്ത് വലിയ കയറ്റവും വീതി കുറവുമാണ്. ഇതാണ് ഈ ഭാഗത്ത് വലിയ വാഹനങ്ങൾ സ്ഥിരമായി കുടുങ്ങാൻ കാരണമാകുന്നത്. ഇക്കഴിഞ്ഞ 27-നായിരുന്നു ഏറ്റവും ഒടുവിൽ അപകടമുണ്ടായത്. ഗ്ലാസ് കയറ്റിപ്പോവുകയായിരുന്ന പിക്കപ്പ് വാൻ പുറകോട്ട് വന്ന് മറിഞ്ഞായിരുന്നു അപകടം. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടാറുണ്ട്. പട്ടാമ്പി നിള ആശുപത്രി മുതൽ കുളപ്പള്ളി IPT വരെയുള്ള റോഡ് പണി നടക്കുന്നതിനെ തുടർന്ന് നിരവധി വാഹനങ്ങളാണ് ഗൂഗിൾ മാപ്പ് നോക്കി ഈ വഴി കടന്നു പോകുന്നത്. ഭാരം കൂടിയ വാഹനങ്ങൾ കുത്തനെയുള്ള കയറ്റത്തിൽ പകുതി ദൂരം കയറിയ ശേഷം പിന്നീട് കുടുങ്ങുന്ന സംഭവമാണിവിടെ ഉണ്ടാവാറുള്ളത്. നേരത്തെ പലതവണ സ്ഥലം MLAയോടും നഗരസഭാ അധികാരികളോടും വിഷയം ഉന്നയിച്ചിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്ന് വാർഡ് കൗൺസിലർ സിനി മനോജ് പറഞ്ഞു. ഇതേ തുടർന്നാണ് പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി തൻ്റെ ഇടപെടലിനെ തുടർന്ന് C സദാനന്ദൻ MPയുടെ ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ അനുവദിച്ചത്. പ്രദേശത്തെ കയറ്റം കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് കൗൺസിലർ സിനി മനോജ് SUയോട് പറഞ്ഞു. അപ്പോൾ അതിൽ തന്നെ കല്ലുരുട്ടി കഴിഞ്ഞ മണ്ണാറമ്പാറ ഒരു കയറ്റുണ്ട്. കുറേ കാലങ്ങളായിട്ട് വാർത്തകളിൽ സ്ഥിരമായിട്ട് ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന, നമ്മൾ പട്ടാമ്പി റോഡ് ബ്ലോക്ക് ആവുന്ന നിരവധി യാത്രക്കാർ, കൊപ്പത്തേക്ക് ഒരുപാട് കിലോമീറ്റർ ലാഭമാണ് ആ വഴി വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ട്രാഫിക്കുള്ള ഒരു റോഡാണ്. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഒരു മറ്റേ പഞ്ചായത്തിലേക്ക്, വല്ലപ്പുഴ പഞ്ചായത്തിലേക്കുള്ള ഒരു പ്രവേശന മാർഗം കൂടി നമ്മുടെ മുനിസിപ്പാലിറ്റിക്കുള്ള ഒരു എൻട്രൻസ് ആണത് മെയിനായിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു വലിയൊരു കയറ്റമുണ്ട്. ആ കയറ്റത്തിൽ പകുതി വഴി വരെ ലോഡ് വണ്ടികൾ കയറി തിരിച്ചിറങ്ങി സ്ഥിരമായിട്ട് അപകടങ്ങളാണ്. വണ്ടികൾ മറിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വണ്ടി മറിഞ്ഞു. കൂടാതെ ആംബുലൻസുകൾ, ഇത് നിരവധി കാര്യങ്ങൾ അവിടെ അപകടങ്ങളിൽ സ്ഥിരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ നിരന്തരമായിട്ട് MPയുടെ MLAയുടെ ഒക്കെ ശ്രദ്ധയിൽ പെടുന്നൊരു കാര്യമാണ്. MLAയുടെ ഒക്കെ ഞാൻ നിരവധി തവണ നമ്മുടെ ചെയർമാൻ മുഖാന്തരം ചെയർമാൻ്റെ സാന്നിധ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒരു റോഡ് ഇതുവരെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല. കല്ലുരുട്ടി എൻ്റെ വാർഡിൻ്റെ തുടക്കം വരെ MLA ഫണ്ട് അനുവദിച്ച് റോഡ് പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വല്ലപ്പുഴ കുറുട്ടൂർ ഭാഗത്തുനിന്ന് നമ്മുടെ ഷൊർണൂർ അതിർത്തി വരെ, നഗരസഭ അതിർത്തി വരെ MP ഫണ്ടും ലോകസഭ MPയുടെ ശ്രീകണ്ഠൻ്റെ ഫണ്ടും അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇടയിലുള്ള ഈ റോഡ് അവഗണന നേരിട്ട് കിടക്കുമായിരുന്നു. അതാണ് ഞാൻ നമ്മുടെ രാജ്യസഭ MP സദാനന്ദൻ മാസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം അടിയന്തരമായിട്ടൊരു 10 ലക്ഷം രൂപ അനുവദിച്ചു തന്നു. കൂടാതെ ആ റോഡിന് അതിൻ്റെ ന്യൂനതകളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ട വിശദമായ എസ്റ്റിമേറ്റ് സമർപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് സെന്റർ ഷൊർണൂർ.
പറളി ഉപജില്ലാ കലോത്സവത്തിന് പത്തിരിപ്പാല GVHSSൽ തിരിതെളിഞ്ഞു. 4, 5, 6 തീയതികളായിട്ടാണ് മത്സരങ്ങൾ. 55 സ്കൂളിൽ നിന്നായി 5000-ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. 55 സ്കൂളുകളിൽ നിന്നായി 5000-ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. ചിന്തിച്ചു ബഗസൂൽ ചന്ദ്രത്തിൽ വസിക്കുമ്പോൾ ആനകൾ വാലുപിടിച്ചും ആടോപമോടു ചൊടിച്ചും 15 വേദികളിലായാണ് മത്സരം നടക്കുന്നത്. മേളയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സദനം ഹരികുമാർ മുഖ്യാതിഥിയായി. ഒന്നാം സമ്മാനം വാങ്ങിക്കുവാനും ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുവാനും അവിടെ നിന്നും സംസ്ഥാനതല യുവജനോത്സവത്തിൽ പങ്കെടുക്കുവാനും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഇന്റർനാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. ബ്ലോക്ക് അംഗം PS. അബ്ദുൽ മുത്തലി, വാർഡംഗം AA. ശിഹാബ്, AEO PR. ബിന്ദു, BPC AM. അജിത്, PTA പ്രസിഡന്റ് V. സുരേന്ദ്രൻ, PTA വൈസ് പ്രസിഡന്റ് സുബീർ, K. സുരേഷ്, P. രാജീവ് മാസ്റ്റർ, റിയാസ് മാസ്റ്റർ, ഉബൈദുള്ള TS, TA. ഷിൻസി എന്നിവർ സംസാരിച്ചു. KR. കർപ്പകം സ്വാഗതവും T. അനിത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഉദ്ഘാടനത്തിനൊരുങ്ങി ഒറ്റപ്പാലത്ത് നവീകരിച്ച CPIM ഓഫീസായ AKG മന്ദിരം നവംബർ 6 വൈകിട്ട് CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്യുന്നുവെന്ന് വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി EN. സുരേഷ് ബാബു അധ്യക്ഷനാകും. വർഗ ബഹുജന സംഘടനകളുടെ ഓഫീസ് കേന്ദ്ര കമ്മിറ്റി അംഗം KS. സലീഖ ഉദ്ഘാടനം ചെയ്യും. മുതിർന്ന നേതാവ് AK. ബാലൻ പതാക ഉയർത്തും. VS. സ്മാരക ഹാൾ സംസ്ഥാന കമ്മിറ്റി അംഗം CK. രാജേന്ദ്രനും കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മീറ്റിംഗ് ഹാൾ സംസ്ഥാന കമ്മിറ്റി അംഗം NN. കൃഷ്ണദാസും ഏരിയ കമ്മിറ്റി മീറ്റിംഗ് റൂം K. ശാന്തകുമാരി MLAയും ഉദ്ഘാടനം ചെയ്യും. സുവനീർ പ്രകാശനം സംസ്ഥാന കമ്മിറ്റി അംഗം MB. രാജേഷ്, AKG ഫോട്ടോ അനാച്ഛാദനം P. ഉണ്ണിയും നിർവഹിക്കും. PP. കൃഷ്ണൻ ലൈബ്രറി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയകുമാർ ഉദ്ഘാടനം ചെയ്യും. ലൈബ്രറിയിലേക്കുള്ള പുസ്തകം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR. മുരളി ഏറ്റുവാങ്ങും. 2024 ഫെബ്രുവരി 1 പുനർനിർമ്മാണം തുടങ്ങിയത്. 1980 വരെ ചെറുപ്പളശ്ശേരി റോഡിൽ വാടക കെട്ടിടത്തിലായിരുന്നു താലൂക്ക് കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. അന്നത്തെ താലൂക്ക് സെക്രട്ടറിയായിരുന്ന MP. കുഞ്ചു, M. വാമനൻ, P. കുഞ്ഞൻ, K. ശിവരാമൻ, K. V. രാമൻകുട്ടി, P. ഗോവിന്ദൻകുട്ടി, V. രാജൻ, CG. പണിക്കർ എന്നിവരുടെ നേതൃത്വത്തിൽ അവരുടെ വസ്തുക്കൾ പണയം വച്ചും കടം വാങ്ങിയും ഇപ്പോഴുള്ള സ്ഥലം വാങ്ങുകയായിരുന്നു. 1981 ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി നിലവിൽ വന്നു. 2004 ഓഫീസ് കെട്ടിടം നിർമ്മിച്ചത്. നിലവിലുള്ള കെട്ടിടത്തിൽ സൗകര്യമില്ലാത്തതിനാലാണ് ആധുനിക രീതിയിൽ 7657 ചതുരശ്ര അടിയിൽ കെട്ടിടം നവീകരിച്ചത്. ആ ഓഫീസ് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയാത്തൊരു സാഹചര്യത്തിലാണ് പുതിയ ഓഫീസ് കെട്ടാൻ വേണ്ടി എത്തിക്കുന്നത്. അത് പ്രധാനമായിട്ട് നമ്മൾ വർഗബോധന സംഘടനയ്ക്ക് തന്നെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് തരത്തിലാണ് ആ ഓഫീസ് കെട്ടിടം ഇപ്പോൾ 7658 സ്ക്വയർ ഫീറ്റാണ് ഈ പുതിയ കെട്ടിടത്തിന് ഉള്ളത്. ആ നിലയിലാണ് നമ്മളതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത്. ഇതിനാവശ്യമായുള്ള സംഖ്യ ബാക്കി ബ്രാഞ്ചുകൾ ശേഖരിച്ച് തരുന്ന തീരുമാനമെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ശേഖരിച്ച് ഉള്ള പൈസ കിട്ടുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കെട്ടിടം കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോ നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയിനേക്കാൾ ഒരു മെച്ചപ്പെട്ടൊരവസ്ഥ ഉണ്ടായി എന്ന് പറയാനേ കഴിയും. അപ്പൊ നമ്മുടെ സംഘടന എന്നതിലേക്കുള്ള മുഴുവൻ കാര്യങ്ങളും നിർവഹിക്കാൻ വേണ്ടി കഴിയുന്ന വിധത്തിലുള്ള ഒരു ഓഫീസ് സൗകര്യമൊന്നും ആയിട്ടൊന്നുമില്ല. എന്നാലും നേരത്തെ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടി ഭേദപ്പെട്ട രീതിയിലുള്ള ഒരു ഓഫീസാക്കി മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 300-ൽ കൂടുതൽ പേർ ഇരിക്കാവുന്ന ഹാളും ഉൾപ്പെടെ കൂടുതൽ സൗകര്യങ്ങളോടെയാണ് പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കണിയമ്പുറം CSN ഓഡിറ്റോറിയത്തിന് സമീപത്തു നിന്ന് റെഡ് വളണ്ടിയർ മാർച്ച്, ബഹുജന പ്രകടനം എന്നിവ ആരംഭിച്ച് ബസ് സ്റ്റാൻഡിന് സമാപിക്കും. അതോടൊപ്പം തന്നെ ഞങ്ങൾക്കൊരു 900 വളണ്ടിയർമാർ ജൂനിയർ ഡോക്ടർ കമ്മിറ്റികളിലായി 900 വളണ്ടിയർമാർ. അതിൽ
ഒരു 750 വളണ്ടിയർമാർ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പരീക്ഷാ ആളുകളുടെ റാലി അതിനുശേഷം വാഹന മാർച്ചിന് ശേഷം റാലി ഉണ്ടാവും. റാലിക്ക് ശേഷം പൊതുസമ്മേളനത്തിലുള്ള പ്രസ്ഥാനം നടത്തിയാണ് പാർട്ടി ജനറൽ സെക്രട്ടറി സഖാവ് എല്ലാ രീതിയിലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിന്റെ പ്രോഗ്രാം നോട്ടീസിന്റെ ആദ്യത്തെ ഭാഗമായി മോദി ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ആദ്യമായിട്ടാണ് ഇവിടെ ഒറ്റപ്പാലത്തിന് പരിപാടിയിലേക്ക് പാലക്കാടിൽ ഒരു സാംസ്കാരിക പരിപാടികളാണ്. പതിനായിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരും 900-ൽ പരം വളണ്ടിയർമാരും പങ്കെടുക്കും. പൊതുസമ്മേളനത്തിനു ശേഷം പിന്നണി ഗായിക പുഷ്പവതിയും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത വിരുന്നും അരങ്ങേറും. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയ്കുമാർ, ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K. സുരേഷ്, U. രാജഗോപാൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ നഗരസഭാ കുടുംബശ്രീയുടെ സഹകരണത്തോടെ ചലനം മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായി നിളയോരം എന്ന പേരിൽ ടീ സ്പോട്ട് പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ M. K. ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഭാരതപ്പുഴയ്ക്ക് സമീപം പഴയ ടോൾ ബൂത്തിനരികിലാണ് ടീ സ്പോട്ട് പ്രവർത്തനം ആരംഭിച്ചത്. നഗരസഭാ ചെയർമാൻ M. K. ജയപ്രകാശ് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് 4 ഫുഡ് കിയോസ്കുകൾ ഭാരതപ്പുഴയുടെ നിളയോരം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരെണ്ണത്തിൻ്റെ ഉദ്ഘാടനമാണ്. 2 കുടുംബശ്രീ പ്രവർത്തകരാണ് ഈ കിയോസ്ക് ഇന്നിവിടെ ആരംഭം വരുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നഗരസഭയിൽ ഇളയോരം എന്ന പ്രോജക്റ്റിൻ്റെ ഭാഗമായി നടത്തുന്ന കുടുംബശ്രീയുമായി സഹകരിച്ച് നടത്തുന്ന ഒരു പദ്ധതിയും അതോടൊപ്പം തന്നെ നഗരസഭ പ്ലാൻ ഫണ്ട് ഇവരെ സഹായിക്കുന്നതിന് വേണ്ടി സബ്സിഡിയോടുകൂടി ഏതാണ്ട് 67% പണവും നഗരസഭയാണ് സബ്സിഡിയായിട്ട് ഇവർക്ക് നൽകുന്നത്. വളരെ ചെറിയ ഒരു സംഖ്യ മാത്രമാണ്. 3,30,000 രൂപ വകയിരുത്തിയാണ് സംരംഭം ആരംഭിച്ചത്. നഗരസഭാ പ്ലാൻ ഫണ്ടിൽ നിന്ന് 70% സബ്സിഡി സംരംഭകർക്കായി വകയിരുത്തിയിട്ടുണ്ട്. മെറ്റൽ ഇൻഡസ്ട്രീസിൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് സഞ്ചരിക്കാൻ കഴിയുന്ന ടീ സ്പോട്ട്. 4 ഗ്രൂപ്പുകൾക്കാണ് നിളയോരം സംരംഭത്തിന് പ്രവർത്തനാനുമതി നൽകിയിട്ടുള്ളത്. ഇതിൽ ആദ്യ സംരംഭമാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഇനി പ്രവർത്തനം ആരംഭിക്കാനിരിക്കുന്ന ടീ സ്പോട്ടുകൾ ടൂറിസ്റ്റ് കേന്ദ്രമായ ഭാരതപ്പുഴ കേന്ദ്രീകരിച്ചായിരിക്കും. ചായ, കാപ്പി, സ്നാക്സ്, പാനിപൂരി, ബേൽപൂരി, മലബാർ ഐറ്റംസ് തുടങ്ങിയവയാണ് ടീ സ്പോട്ടിൽ ലഭ്യമാവുക. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P. സിന്ധു, CDS ചെയർപേഴ്സൺ VC സിന്ധു, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് ഫർസാന, കൗൺസിലർ T. ലത, ചലനം മെൻഡർ V. മിനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കുടുംബശ്രീ അംഗങ്ങളായ ആബിദ, സിന്ധു എന്നിവരാണ് നിളയോരം സംരംഭകർ. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള അഴുക്കുചാലിൽ വീണ് കാഴ്ച പരിമിതിയുള്ള വയോധികന് കൈത്താങ്ങായി SDPI ഷൊർണൂർ മുനിസിപ്പൽ പ്രസിഡന്റ് TM മുസ്തഫ. മുനിസിപ്പൽ സെക്രട്ടറി ഷക്കീർ കല്ലിങ്ങലിൻ്റെ സഹായത്തോടെ ഇയാളെ അഴുക്കുചാലിൽ നിന്നും കയറ്റി ആംബുലൻസ് വിളിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടക്കാഞ്ചേരി പുന്നംപറമ്പ് മേഖലയിൽ തെരുവുനായയുടെ ആക്രമണം. 6 പേർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ വീട്ടമ്മയെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശ്ശൂരിൽ പിക്കപ്പ് വാനിൽ അപകടകരമായ രീതിയിൽ കൊണ്ടുപോയിരുന്ന ഫൈബർ വള്ളം പിടികൂടി മോട്ടോർ വാഹന വകുപ്പ്. വടക്കാഞ്ചേരി നഗരസഭയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനം നേരെ പുഴയിലേക്ക് പതിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഷൊർണൂരിന് ടൗൺ ഹാൾ സ്വന്തം. PP കൃഷ്ണൻ സ്മാരക നഗരസഭാ ഹാൾ ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. സംസ്ഥാന പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ CSR ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പാഞ്ഞാൽ കീഴിലമ്മ LP സ്കൂൾ നാടിന് സമർപ്പിച്ചു. മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ 34 ലക്ഷം രൂപ ചെലവിൽ കോട്ടായിൽ അയ്യങ്കുളം നവീകരണം. കണയം മണ്ണാറമ്പാറയിലെ കയറ്റം കുറയ്ക്കാൻ നടപടിയാകുന്നു. ഭാരവാഹനങ്ങൾ സ്ഥിരം കുടുങ്ങുന്ന പ്രദേശത്ത് റോഡ് ഉയർത്തി കയറ്റം കുറയ്ക്കാൻ പദ്ധതി. വാർഡ് കൗൺസിലർ സിനി മനോജിന്റെ ഇടപെടലിനെ തുടർന്ന് പദ്ധതിക്കായി C. സദാനന്ദൻ MPയുടെ ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപയുടെ അനുമതി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.